ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. അപ്പോൾ നമ്മളിത് ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ വാരത്തിലെ കറണ്ട് അഫയേഴ്സാണ്. നമ്മൾ ഒരു 25 ചോദ്യത്തോളം അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അങ്ങനെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. നമ്മൾ നേരെ ഇതിൻ്റെ PDF നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. ടെലഗ്രാമിൻ്റെ ലിങ്കൊന്നും കൊടുക്കാനുള്ള ഇതൊന്നും നമുക്ക് യൂട്യൂബിൽ അലൗഡ് ആയിട്ടില്ല. എന്നാലും ഞാൻ എവിടെയെങ്കിലും കൊടുക്കാൻ നോക്കാം, ഡിസ്ക്രിപ്ഷനിലങ്ങാണ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ് നാസയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് പോയ 2 പേരല്ലേ, സുനിത വില്യംസും വിൽമോവറും 2 പേര് തിരിച്ചെത്തി. വളരെ വിജയകരമായിരുന്നു അവരുടെ ദൗത്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ ഒരു ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ആക്സിയോം 4 അതാണ് അവരുടെ പേടകം. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് ഏത് ജില്ലയിലാണ് വരാൻ പോകുന്നത്? അപ്പോൾ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക്. അത് ഇടുക്കിയിലാണ് വരാൻ പോകുന്നത്. എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ്. കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2024 വി മധുസൂദനൻ നായർക്കാണ് ലഭിച്ചത്. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദിയാണ് തായ്ലൻഡ്. അപ്പോൾ ബിംസ്റ്റെക് ഉച്ചകോടി നടക്കുന്നത് തായ്ലൻഡിലാണ്. അപ്പോൾ എന്താണ് ഈ ബിംസ്റ്റെക് എന്ന് നിങ്ങൾക്കറിയാവോ? ബിംസ്റ്റെക്കിൻ്റെ ഫുൾ ഫോം ഞാനൊന്ന് പറയാം. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോർപ്പറേഷൻ എന്നാണ്. അതായത് ബേ ഓഫ് ബംഗാളിന് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണത്. അപ്പം അതിൻ്റെ ഫുൾ ഫോം ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ എഴുതാം. ബേ ഓഫ് ബംഗാൾ എന്ന് എഴുതട്ടെ. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ആണ്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ ആണ്. ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. എക്കണോമിക് കോർപ്പറേഷൻ. അപ്പോൾ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നാണ്. ഓർത്തിരിക്കണേ. ബിംസ്റ്റെക്കിന് ഫുൾ ഫോം ഒന്നും ഇത്ര നീട്ടിപ്പിടിച്ചൊന്നും ചോദിക്കത്തൊന്നുമില്ല, എന്നാലും ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണെന്നറിയാമോ? 7 രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. അതിൽ ഇന്ത്യ അംഗമാണോ എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ അംഗമാണ്. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ത്യയുണ്ട്, ബംഗ്ലാദേശുണ്ട്, പിന്നെ ഭൂട്ടാനുണ്ട്, മ്യാൻമാറുണ്ട്, പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ തായ്ലൻഡ് ഉണ്ട്. 7 ആയോ എന്തോ. തായ്ലൻഡ് ഉണ്ട്, പിന്നെ ഇത് നേപ്പാൾ വരുന്നുണ്ട്, പിന്നെ ഒരു രാജ്യം കൂടെ ഉണ്ട്, ശ്രീലങ്കയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ബേ ഓഫ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ചൈനയില്ല, പാകിസ്ഥാനില്ല, അഫ്ഗാനിസ്ഥാനില്ല, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും 7 രാജ്യങ്ങളാണുള്ളത്. ഇത് രൂപപ്പെടുത്തിയത് 1997 1997 ഈ ബിംസ്റ്റെക്കിന് രൂപം വന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഓർത്തിരിക്കുമല്ലോ. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ
ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ അതിൽ 2025 വേദിയാണ്, ഉച്ചകോടിയുടെ വേദിയാണ് തായ്ലൻഡ്. ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്തയാണ്. അപ്പം ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത. അപ്പം റിസർവ് ബാങ്ക് ഗവർണർ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, കമൻറ്റ് ചെയ്യുമല്ലോ. ഇപ്പം റിസർവ് ബാങ്ക് ഗവർണറെ നിങ്ങൾ കമൻറ്റ് പറയണം. അടുത്ത ചോദ്യം നോക്കാം. രണ്ടായിരത്തി 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി. അപ്പം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാറാണ്. ബീഹാർ ഓർത്തിരിക്കണേ. അപ്പം ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പം അതിൽ ഖേലോ ഇന്ത്യ ഇത് കഴിഞ്ഞു, പാരാ ഗെയിംസ് കഴിഞ്ഞു. അതിൽ കേരളത്തിൻ്റെ സ്ഥാനം 13-ആണെന്ന് തോന്നുന്നു. കേരളം 13ാമത്തെ സ്ഥാനം. 1ാം സ്ഥാനം ഹരിയാന നമ്മളിത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, അതിൻ്റെ വേദി എവിടെയാണ്? ബീഹാറാണ്, ബീഹാർ. അടുത്ത ചോദ്യം. വഖഫ് ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വഖഫ് ഭേദഗതി ബില്ലൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്, വിവാദങ്ങളുടെ മേലിൽ വിവാദമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമമായത് എന്നാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 2025 ഏപ്രിൽ 5-നാണ് വഖഫ് ഭേദഗതി ബില്ല് നിലവിൽ വന്നത്, അതായത് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഓർത്തിരിക്കുമല്ലോ. അതിൽ നമുക്കൊരു കാര്യം ഓർത്തിരിക്കണം, അത് ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 2-ന് 2025-ലാണ്. ആരാണ്? കിരൺ റിജിജു ആണ് അവതരിപ്പിച്ചത്. കിരൺ റിജിജു ഓർത്തിരിക്കണേ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ ബഹുമതി ലഭിച്ചത്. അപ്പോൾ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയുടെ പേരോർത്തിരിക്കുക, മിത്ര വിഭൂഷണ ബഹുമതി നരേന്ദ്രമോദിക്കാണ് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയത് കാറഡുക്കയാണ്. കാറഡുക്ക, കാസർഗോഡ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്ന ഒരു സ്ഥലം കേരളത്തിലാണ്, കാസർഗോഡാണ്. അതിൻ്റെ പേര് കാറഡുക്ക. കാസർഗോഡാന്ന് ഓർത്തിരിക്കുമ്പോൾ തന്നെ ഇത് കിട്ടും, കാസർഗോഡ് എന്നുള്ളതിൻ്റെ ഒരു ടച്ച് അതിൽ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ, പാമ്പ് വിഷ പ്രതിരോധ വാക്സിനുകൾ ലഭ്യത ഉറപ്പുവരുത്തുന്ന ഈ പ്ലാറ്റ്ഫോമാണ് സൂവിൻ. സൂവിൻ-ആണ് ആ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് സൂവിൻ. അപ്പം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത്തരം, അതായത് പേവിഷബാധ, പാമ്പ് വിഷ, ഇതിൻ്റെയൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉറപ്പുവരുത്തുന്ന പ്ലാറ്റ്ഫോമാണ് സൂവിൻ. ഓർത്തിരിക്കണേ. സൂ എന്ന് പറയുമ്പം ഈ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ലേ സൂ. അപ്പം പേവിഷബാധ എന്ന് പറയുമ്പോൾ പട്ടിയല്ലേ, പാമ്പ് ഇതല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ്? സൂ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളല്ലേ. അപ്പോൾ ഓർത്തിരിക്കുക, സൂവിൻ. ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണത്തിനുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പം ക്ഷയരോഗ മികച്ച നിവാരണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കേരളമാണെന്ന് ഓർത്തിരിക്കുക. ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എത്ര ശതമാനം തീരുവയാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്? 26%. അപ്പം ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ കയറിയതിന് ശേഷം ഒരുപാട് രാജ്യങ്ങളുടെ മേൽ എന്ത് ചുമത്തിയിട്ടുണ്ട്? നികുതികൾ ചുമത്തിയിട്ടുണ്ട്, ഇറക്കുമതി ചുങ്കങ്ങൾ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യക്ക് 26% ചുമത്തിയിരിക്കുന്നത്. ഓർത്തിരിക്കണേ. അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇവ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ജെ.സി. ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്ന നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ ജെ.സി. ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്ന നഗരം തിരുവനന്തപുരമാണ്. 2025 അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ് വന്ദന കതാരിയ. വന്ദന കതാരിയയാണ് 2025 അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. താരത്തിൻ്റെ പേര്
വന്ദന കതാരിയ. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരമാണ്. ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ്, ഓർത്തിരിക്കുക, കണ്ണപുരം, കണ്ണൂർ ജില്ലയിലാണ്. കണ്ണപുരം, കണ്ണൂർ ജില്ല. നിങ്ങൾ ഇത് കറണ്ട് അഫയർ ആണ്, നമുക്കറിയാം. ഇതെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ 2 വട്ടം ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഒന്ന് 2 തവണ 3 തവണ ഒന്ന് വായിക്കുക, അടുപ്പിച്ച് 3 തവണയൊന്ന് വായിക്കുക. എൻ്റെ ഒരു മെത്തേഡ് അങ്ങനെ കേട്ടോ. ഞാൻ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു 3 തവണ എങ്ങനെയാണോ ഒന്ന് ഏത് ഒരു പുതിയ കൊച്ചു ചോദ്യം കാണുന്നെങ്കിൽ ഇത് 3 തവണ അപ്പം തന്നെ ഒന്ന് വായിക്കും, ഒന്ന് ഉത്തരവും 3 തവണ വായിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് മനസ്സിലിരുന്നോളൂ, ഓപ്ഷൻ കാണുമ്പോഴൊക്കെ നമുക്ക് കിട്ടും. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡാണ് നീള. അപ്പം നീള എന്നാണ് ഒരു വൈൻ ബ്രാൻഡിൻ്റെ പേര്. അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡാണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്ന്. അപ്പോൾ ഇതിൽ പാരാ ഗെയിംസ് കഴിഞ്ഞു, അത് ഒന്നാമതെത്തിയത് ഹരിയാനയാണ്. കേരളത്തിൻ്റെ സ്ഥാനം 13ാമത്തെയാണ്. 2025 കേട്ടോ. 2025 മാർച്ചിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങളാണ് ഏതൊക്കെ? മ്യാൻമാറും തായ്ലൻഡും. നമുക്കറിയാം ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി, നമ്മൾ ടി വിയിൽ കണ്ടവർക്കറിയാം. അതിൽ ഭൂകമ്പം കണ്ടോ രേഖപ്പെടുത്തിയിരിക്കുന്നത് 7.7 രേഖപ്പെടുത്തിയത്. അപ്പോൾ എത്രത്തോളം ഉണ്ടായെന്നൊന്ന് ആലോചിച്ച് നോക്കുക. മ്യാൻമാറും തായ്ലൻഡുമാണ് 2025 മാർച്ചിൽ ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ. മ്യാൻമാറും തായ്ലൻഡും മാർച്ചിലാണെന്ന് ഓർത്തിരിക്കുക, ഭൂകമ്പമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം മാർച്ചിൽ തന്നെ ഉണ്ട് മ്യാൻമാർ എന്നുള്ളത്. മ്യാൻമാറിൻ്റെ അവസാനം കണ്ട ഒരു മാർ കിടക്കുന്നത്, അപ്പം മാർച്ച് മ്യാൻമാർ ഓർത്തിരിക്കുമല്ലോ. തായ്ലൻഡ് എൻ്റെ കൂടെ ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കൂ. സിറിയയുടെ പുതിയ പ്രസിഡന്റ് ആയി നിയമിതനായതാണ് അഹമ്മദ് അൽ ഷര ആണ്. അഹമ്മദ് അൽ ഷര സിറിയ ആണെന്ന് ഓർത്തിരിക്കുക, സിറിയ. അപ്പോൾ അഹമ്മദ് അൽ ഷരയാണ്. സിറിയ ഒന്ന് 10 വട്ടം പറഞ്ഞു നോക്ക്. സിറിയ എന്ന്. അപ്പോൾ അതിൽ നിന്ന് കിട്ടും. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. ICC വനിതാ ഏകദിന ലോകകപ്പാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പുതുക്കിയ വേതനം കേരളത്തിൻ്റെ ആണെങ്കിൽ 369. കേരളത്തിലെ പുതുക്കിയ വേതനം 369. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ഹരിയാനയിലാണ്, 400 രൂപ. ഹരിയാനയ്ക്കാണ് 400 രൂപ, കേരളത്തിനാണെങ്കിൽ 369 രൂപ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. ഏപ്രിൽ മാസത്തെയാണ്, ആദ്യ ആഴ്ചത്തെയാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഇതൊന്ന് റിപ്പീറ്റ് സ്പീഡിൽ വിട്ട് കേട്ടാൽ മതി. ഫാസ്റ്റായിട്ടൊന്ന് കേട്ടാൽ ആദ്യം ഒന്ന് കേൾക്കുക, പിന്നെ ഫാസ്റ്റായിട്ട് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓപ്ഷനിൽ നിന്നും ഉറപ്പായിട്ടും കിട്ടും. അത് ഞാൻ 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്നുകൂടെ കേട്ട് നോക്കുക. നമുക്ക് ഇനി അടുത്ത ഭാഗങ്ങളായിട്ട് പിന്നെ കാണാം. താങ്ക് യു.